പറയാം. പെണ്ണിന് എന്താ കാണിച്ചു? പണി പോണ പരിപാടി മനുഷ്യനോട് സമാധാനവും പോയി. എന്താണ് സംഭവം? ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. എനിക്കൊന്നും അറിയാം. ഇടത്ത് പടി പോകണം. അയ്യോ, മീര ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നേ? അത് പിന്നെ എനിക്കൊരു കയ്യബദ്ധം. എടാ എന്താടാ പറ്റിയത്? ഒന്ന് ഞങ്ങളോട് പറയടാ. ടെൻഷൻ അടിക്കാൻ വയ്യടാ, ഒന്ന് പറ. എടാ, നമ്മൾ ഇന്നലെ ഈ കൊച്ചിൻ്റെ അടുത്ത് കുറച്ച് മെയിൽ അയക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? അത് അയക്കേണ്ട ആളെ അയക്കാതെ വേറെ ആർക്കും മാറി അയച്ചേക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ വേറെന്തോ വലിയ ആനക്കാരിയാണ്. നീയൊക്കെ ആർക്കാണ് അയച്ചതെന്നും കൂടെ അറിഞ്ഞിട്ട് ടെൻഷൻ അടിക്കാൻ വേണ്ട തീരുമാനിച്ചു. അല്ല, ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ആർക്കാണ് മീര മെയിൽ അയച്ചത്? പറഞ്ഞോളൂ കേട്ടോ. അത് പിന്നെ മുകേഷ് അംബേദ്കറിന് അയക്കാൻ പറഞ്ഞ മെയില് സ്പെല്ലിങ് മാറി മുകേഷ് അംബാനിക്ക് അയച്ചത്. അത്രേ ഉള്ളൂ. ഒരു കയ്യബദ്ധം പറ്റിയതാ. എൻ്റെ പൊന്നു മീര, നമ്മളൊരു ആപ്പ് ഇപ്പൊ കമ്പനിയല്ല വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു നല്ല ബ്രാൻഡിന്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പോ അംബാനിക്കൊക്കെ മെയില് പോയത്. അല്ല, നമ്മളെ പണി പോകുന്ന ഉറപ്പാ. എന്റെ വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിർത്തേണ്ടി വരുമല്ലോ. എന്റെ പൊന്നു ദൈവമേ. എടാ, നീയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച കാര്യത്തിന് തീരുമാനമാകാൻ പറ്റില്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണോ? മീരയ്ക്ക് അംബാനിനെ പരിചയം ഉണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യും, ആ മെയിലെ കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ. അതപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് അംബാനിനെ അറിയില്ല. ഓ, ഇത് അംബാനിക്ക് മെയിൽ അയക്കുന്നതിന് മുന്നേ നീ ഓർത്തില്ലല്ലോ. മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് ഓട്ടോ കറക്റ്റ്. ഓട്ടോ കറക്റ്റ് ആയ അത്ര ഇവിടുന്ന് ഒരു ഓട്ടോ കൂലി പോലും കിട്ടുമെന്ന് എന്റെ സംശയം. നീ എന്തോന്നു ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാൻ വല്ല വഴിയുണ്ടാ? ആന്നല്ലേ, ഇതെന്തായാലും ഹെഡ് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ. അത് മെയിലായിട്ട് അയക്കണോ വിളിച്ചു പറയണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അലിയ, എനിക്ക് മാനസികമായിട്ട് എന്താ പ്രശ്നമുണ്ടോ? നീ ആയിട്ട് വിളിച്ചറിയിപ്പിക്കണ്ട. എടാ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ കമ്പനിയിൽ അറിയും. ഈ മീര ഇന്ത്യൻ ആണ്, അതറിയാലോ. ഇവളുടെ മെയിൽ ഐ ഡി ഓൾറെഡി മോണിറ്ററിംഗ് ആണ്. ഇതൊക്കെ ആരാണ് മോണിറ്റർ ചെയ്യണേ? ആ പൂര പടപണ്ടാരി എങ്ങനെ പണി തരാന്ന് നോക്കിയിരിക്കണ പൂതനയാണ് അവള്. പൂതന. മിക്കവാറും അവള് നമ്മുടെ കളസം കീറും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ. നമ്മൾ ആദ്യമേ കയറി ഇതങ്ങ് അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് എസ്കേപ്പ് ആവാനുള്ള വഴിയും കൂടെ മൂഞ്ചി പോത്തേ ഉള്ളൂ. എന്താണ് മെയിൽ അയക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാ മതി, ഞാനത് അയച്ചോളാം. അയ്യോ വേണ്ടേ, ഇപ്പൊ അംബാനിക്ക് മാത്രമേ മെയിൽ പോയിട്ടുള്ളൂ. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോയിട്ടുള്ള പട്ടാളക്കാരോട് കൂടി സമാനം പറയാം. എടാ, ഞാനേ എന്തായാലും ഹെഡ് ഓഫീസിൽ നമ്മളെ തനൂജിന്റെ അടുത്തൊന്ന് സംസാരിക്കാം. ആകെപ്പാടെ അവിടെ ഒരു മനുഷ്യപ്പറ്റുള്ളതാവും മാത്രമേ എന്തെങ്കിലും നടപടിയാവും നോക്കട്ടെ കേട്ടോ. എടാ, പുതുവർഷം പറഞ്ഞപ്പോ എന്തൊക്കെ ഒരു സ്വപ്നങ്ങളായിരുന്നു. എല്ലാം വിടരും മുന്നേ കൊഴിഞ്ഞങ്ങ് പോയി. നീ വിഷമിക്കലടാ, എന്തൊരു പരിഹാരം കാണാൻ നമുക്ക്. സത്യമായിട്ടും എനിക്ക് അറിയാതെ പറ്റിയതാ. മീര, സത്യത്തിൽ മീര ഓരോരോ ആൾക്കാർക്ക് മെയിൽ അയക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മീരയുടെ കൂടെ വേണം. ഇതിപ്പോൾ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങളെടുത്തില്ലേ തെറ്റ്. അല്ല, എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന പണിയുടെ ആഘാതം കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ശ്രീ വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ തനൂജിന്റെ അടുത്ത് സംസാരിച്ചു. ആ പൂജ ഉച്ചവരെ ലീവാണ്. നമുക്കതുകൊണ്ട് ഉച്ചവരെ സമയമുണ്ട്. അതിനകത്ത് എന്തെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് അത് ഡീലാക്കാനുള്ള പരിപാടി കണ്ടുപിടിക്കണം. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ മിസ്റ്റേക്ക് അല്ലേ, ഞാൻ തന്നെ വിളിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞോളാം. മീര, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം മീര കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാലും ഞങ്ങൾ ഓരോരോ ആൾക്കാർ മീരയുടെ അടുത്ത് വേണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ ആരും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഞാൻ കാരണം നിങ്ങളും കൂടെ. ഓ, അതോർത്ത് മീര വിഷമിക്കണ്ട. ഇപ്പം ഞങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പിച്ചിട്ട് എന്ത് പണി വന്നാലും കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് നോക്കുമ്പോൾ അതൊരു സമാധാനം. എന്തായാലും മീര ഒരു കാര്യം ചെയ്യും, നമുക്ക് അയക്കാനുള്ള ബാക്കി മെയിലുകളൊക്കെ ചെന്ന് തരുന്ന അയക്കും. അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അളിയ, ഇതിപ്പോൾ ഒരു പെങ്കൊച്ചായത് കൊണ്ട് ഇപ്പോൾ ഒന്നും പറയാനും പറ്റുന്നില്ല. നമ്മൾ പണി കാണാൻ പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പണി കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് പറയുമ്പോൾ നിനക്ക് എന്താ എത്ര സന്തോഷം? അല്ല, ഭാവിയിൽ എനിക്ക് മാത്രമായിട്ട് വല്ല പണിയും കിട്ടി ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലോ? പിന്നെ അതോർത്ത് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. ഇതാകുമ്പോൾ പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. പരന്നാറി. അതെ, എനിക്കൊരു മെയിൽ വന്നു. എന്താ പണിയെന്നെങ്ങനെ പറഞ്ഞു കിട്ടുന്നെങ്ങനാണോ മെയില്? എടാ, തനൂജ് അങ്ങനെ പറ്റിച്ചോ? ഏയ്, അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. അത് പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാവോ? അംബാനിയുടെ കമ്പനിന്നാ മെയിൽ വന്നിരിക്കുന്നത്. അതെ, അവർക്ക് നമ്മൾ അയച്ച പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു, കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അംബാനിയുടെ കമ്പനി ഇല്ല.
എടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കമ്പനി അംബാനിയുടെ ഗേറ്റിന്റെ മുമ്പേ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അയ്യോ എന്റെ ചക്കര പൊന്നമ്മല്ലടി തങ്കമ്മ 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 പൊന്നമ്മയല്ല അതിന്റെ രീതി. ഞാൻ പ്രാസം നോക്കിക്കൊണ്ടിരുന്നു. ഞാനും എന്റെ മീരയും കൂടെ അംബാനിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോവാ. മീര നീ എന്തോന്നു കൂടെ വാടാ ഇങ്ങോട്ട്.